എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ആത്മീയ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനെ ആസ്പദമാക്കിയാണ്. ചോദ്യം എന്നാൽ യഥാർത്ഥത്തിൽ മരണത്തെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയമാണ്. മരണമാണ് നമ്മൾ ഏതൊരു ജീവിയായാലും മനുഷ്യനായാലും ഏറ്റവും കൂടുതൽ ഭയക്കുന്നൊരു സംഭവം. എന്തുകൊണ്ട് മരണത്തെ നമ്മൾ ഭയക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മരണത്തോടു കൂടി എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു തിരിച്ചറിവ് ആണ് നമുക്കുള്ള ഏതൊരു മനുഷ്യനുള്ളത്. അതായത് മരണത്തോടു കൂടി താൻ ഇതുവരെ സമ്പാദിച്ച സ്വത്തും സമ്പത്തും മുതലും എല്ലാം, അതേപോലെ തൻ്റെ കുടുംബം, മക്കള്, ഭാര്യ, അച്ഛൻ, അമ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മരണത്തോടു കൂടി നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ ഈ ലോകം എനിക്ക്, പ്രപഞ്ചം എനിക്ക്, അല്ലെങ്കിൽ ലോകം ഇനി കാണാൻ കഴിയില്ല എന്നുള്ള ഒരു ഭയമാണ് ഏതൊരു മനുഷ്യനെയും വേട്ടയാടുന്ന ഏറ്റവും വലിയ ഭയം. അതായത് മരണഭയമാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭയം. ആ മരണഭയത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാ മറ്റു സബ്സിഡറികൾ ആയിട്ടുള്ള ഭയങ്ങളും ജനിക്കുന്നത്. യഥാർത്ഥത്തിൽ മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മരണം യഥാർത്ഥത്തിൽ സത്യമാണോ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാമ്പ് ഉറ കഴിക്കുന്നത് പോലെ തൻ്റെ ശരീരം, ജീവൻ, മനസ്സ് ഉപേക്ഷിച്ച് പോകുന്ന ഒരു പ്രക്രിയ മാത്രമാണ് യഥാർത്ഥത്തിൽ മരണം. മരണം എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു സത്യമല്ല. അല്ലെങ്കിൽ മരണം എന്നത് ഒരു താൽക്കാലികമാണ്. യഥാർത്ഥത്തിൽ താൽക്കാലികം എന്ന് ഉദ്ദേശിച്ചത് ഒരു ശരീരത്തെ ഉപേക്ഷിച്ച് വേറൊരു ശരീരം ലഭിക്കുന്നത് വരെയുള്ളൂ മരണത്തിന്റെ കാലയളവ്. അല്ലെങ്കിൽ ഒരു ദീർഘം, നമ്മൾ പറയാ ഒരു കാലഘട്ടം. ഇനി നമുക്ക് സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. സുഹൃത്തിന്റെ ചോദ്യം: ആത്മാവ് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അപ്പോൾ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രാണനാണോ പുറത്തു പോകുന്നത്? മരിക്കുമ്പോൾ വിട്ടുപിരിയുന്നത് പ്രാണനാണ്. രമണ മഹർഷി ഇങ്ങനെ പറയുന്നുണ്ട്: മരിക്കുമ്പോൾ പ്രാണൻ മനസ്സിനെ കവർന്നു കൊണ്ടുപോകും. എന്നാൽ യോഗിക്ക് മനസ്സ് എവിടെയാണോ ഒടുങ്ങുന്നത് അവിടെ തന്നെ പ്രാണനും ഒടുങ്ങുന്നു. ശരീരം വിട്ട് പുറത്തു പോകുന്നില്ല എന്നാണ് ഭഗവാൻ രമണ മഹർഷി പറയുന്നത്. പ്രാണൻ ആണോ പുനർജന്മം എടുക്കുന്നത്? പാറ മുതലായവ സർവചരാചരങ്ങളിൽ ആത്മാവ് ഉണ്ട്. ആത്മാവ് ചലിക്കണമെങ്കിൽ പ്രാണൻ വേണ്ടേ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതിന്, ആത്മാവ് എന്ന് പറഞ്ഞാൽ അഖണ്ഡ നിശ്ചല നിസ്സംഗ ബോധമാണെന്ന് നമ്മളൊരു കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് അത് നമ്മൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ആത്മാവിന് ചലനമില്ല. അപ്പോൾ ചോദ്യത്തിൽ ആത്മാവ് ചലിക്കണമെങ്കിൽ പ്രാണൻ വേണ്ടേ എന്ന ചോദ്യം അപ്രസക്തമാണ്. നമുക്ക് ജീവനും അഥവാ പ്രാണനും മനസ്സും തമ്മിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങളിൽ വ്യക്തത വരുള്ളൂ. ഞാനിതൊരു ഉദാഹരണത്തിലൂടെ നിങ്ങളെ കൂടുതൽ വ്യക്തമാക്കി തരാം. പലപ്പോഴും നമ്മൾ കോമാ സ്റ്റേജിലുള്ള ആളുകളെ നമ്മൾ ഹോസ്പിറ്റലിലോ വീടുകളിലോ കണ്ടിട്ടുണ്ടാവും. കോമാ സ്റ്റേജിൽ കിടന്ന ആള് ബാഹ്യമായ ലോകമായിട്ട് യാതൊരു ഇൻട്രാക്ഷൻസും ഇല്ല. അയാള് ബെഡിൽ കിടക്കുന്നുണ്ടാവാം. ഭക്ഷണവും വെള്ളവും ഒക്കെ അദ്ദേഹത്തിന് മൂക്കിലൂടെ, വായിലൂടെ അവരുടെ കൂടെ താമസിക്കുന്ന ആളുകൾ നൽകുന്നുണ്ടാവാം. അദ്ദേഹം ശ്വസിക്കുന്നുണ്ട്. അതായത് പ്രാണനുണ്ട്, ജീവനുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ ബാഹ്യമായ ലോകമായിട്ട് ഇടപഴകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ഉണ്ട്, ഞാനുണ്ട് എന്നുള്ള അറിവ് ഇല്ല. അല്ലെങ്കിൽ ബാഹ്യ ലോകമായിട്ട് ഇടപെടാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്?
അദ്ദേഹത്തിന് ബോധമില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ബാഹ്യലോകമായിട്ട് ഇടപെടാൻ സാധ്യമല്ല. അപ്പോൾ ബോധക്ഷയം സംഭവിച്ച ഒരാളെ പോലെ തന്നെയാണ് കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരാൾ. അവിടെ ബോധമുണ്ടെങ്കിൽ മാത്രമേ മനസ്സ് ജനിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു വ്യക്തിയിൽ ബോധം അവബോധമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ അയാളിൽ മനസ്സ് ജനിക്കുന്നുള്ളൂ. എന്നാൽ അയാളിൽ ജീവനും പ്രാണനും എല്ലാം ഉണ്ട്. പ്രാണനുണ്ട്, അതായത് ജീവനുണ്ട്. ജീവന്റെ എല്ലാ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ അയാളിൽ മനസ്സില്ല. മനസ്സിൽ ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തിന് ബോധം ഉണ്ടാവണം. അപ്പൊ ബോധത്തിന്റെ സാന്നിധ്യത്തിലാണ് ഏതൊരു ജീവിയിലും അല്ലെങ്കിൽ വ്യക്തിയിലും മനുഷ്യരിലും മനസ്സ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാം. മനസ്സുണ്ടെങ്കിൽ മാത്രമേ ബാഹ്യമായ ലോകമായിട്ട് അദ്ദേഹത്തിന് ഇടപഴകാൻ പറ്റും. അപ്പോ ജീവനും മനസ്സും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം, കോമ സ്റ്റേജിൽ കിടക്കുന്ന അവളുടെ ഉദാഹരണം പറയാൻ കാരണം. നമ്മൾ ഇതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഗാഢനിദ്ര. ഗാഢനിദ്രയില് ആ വ്യക്തി ശ്വസിക്കുന്നുണ്ട്, ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്, പക്ഷേ അവിടെ മനസ്സില്ല. ബാഹ്യമായ ലോകമായിട്ട് യാതൊരു ഇടപെടക്കുമില്ല. അതായത് തനിക്ക് ഭാര്യ ഉണ്ടെന്നോ കുട്ടികളുണ്ടെന്നോ ഈ ലോകമുണ്ടെന്നോ ഗാഢനിദ്രയിൽ അയാൾ അറിയുന്നില്ല. ഇതും ആ കോമ സ്റ്റേജുമായിട്ട് നല്ല സാമ്യമാണ്. എന്നാൽ ഒരാളെ തട്ടി ഉണർത്തി കഴിഞ്ഞാൽ ഉടനെ അയാൾ ഉണർന്ന് അയാളുടെ ബോധം വന്ന് മനസ്സ് ജനിച്ചു, അയാൾ ബാഹ്യമായ ലോകത്തെ കാണുന്നുണ്ട്. മരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ദീർഘനേരത്തുള്ള ഉറക്കം തന്നെയാണ്. ദീർഘനേരത്തുള്ള ഉറക്കം എന്ന് പറയാൻ കാരണം അത് ഒരു പുതിയ ശരീരം ലഭിക്കാനുള്ള കാലയളവ് എത്രയാണോ അത്ര മാത്രമേ ആ ഉറക്കത്തിനുള്ള ദൈർഘ്യമുള്ളൂ. വേറൊരു ശരീരത്തിൽ അത് ഉണരുന്നു. എന്നാൽ നമ്മൾ സാധാരണഗതിയിലുള്ള ഉറക്കത്തിൽ ഏത് ശരീരത്തിലാണോ നമ്മൾ ഉറങ്ങിയത് ആ ശരീരത്തിൽ തന്നെ ഉണരുന്നു എന്നുള്ള വ്യത്യാസമുള്ളൂ. രണ്ടും അപ്പോൾ ഉറക്കം തന്നെയാണ്, ഗാഢനിദ്ര എന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് 3 ശരീരങ്ങൾ കൂടിയതാണ്. എങ്ങനെയാണ് പറയുക? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂത നിർമ്മിതമാണ്. അതിന് നമ്മൾ അന്നമയ കോശം പറയും. അതായത് 5 കോശങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യ ജീവന് അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അന്നമയ കോശവും പ്രാണമയ കോശവും കൂടിയതാണ് നമ്മുടെ സ്ഥൂല ശരീരം. കാരണം പ്രാണസഞ്ചാരമുണ്ട്, ജീവനുണ്ട്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അന്നം തന്നെയാണ്. അതുകൊണ്ടാണ് അന്നമയ കോശം എന്ന് പറയുന്നത്. അപ്പോ മരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? ഈ അന്നമയ കോശവും പ്രാണമയ കോശവുമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. മനോമയ കോശം നമ്മൾക്ക് നശിക്കുന്നില്ല. അതായത് മനസ്സ് ആയ സൂക്ഷ്മ ശരീരവും നമുക്ക് നശിക്കുന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് 3 ശരീരങ്ങൾ കൂടിയതാണെന്ന് പറഞ്ഞല്ലോ. അതിൽ സൂക്ഷ്മ ശരീരത്തിലാണ് നമ്മൾ നമ്മുടെ കർമ്മത്തിന്റെയും പ്രാരബ്ധങ്ങളും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അത് ക്ലൗഡില് പിന്നെ ഗൂഗിളിന്റെ ഒക്കെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഒക്കെ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ച പോലെ തന്നെയാണ് സൂക്ഷ്മ ശരീരത്തില് നമ്മുടെ എല്ലാ കർമ്മ പ്രാരാബ്ദങ്ങളും സഞ്ചയിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ സഞ്ചയിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തൊരു ജന്മം എടുക്കുമ്പോൾ അതായിട്ടാണ് നമ്മൾ വരുന്നത്. ഒരു കുഞ്ഞില് ആ കർമ്മ പ്രാരാബ്ദങ്ങളായിട്ടാണ് കയറി വരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള അതാണ് പിന്നീട് ഒരു കുഞ്ഞില് മാനിഫെസ്റ്റ് ചെയ്യാൻ തന്നെ പ്രകടമാകുക. അതായത് ആ കാലയളവിനനുസരിച്ച് കർമ്മ പ്രാരാബ്ദങ്ങൾ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യും. അതാണ് നമ്മൾ വാസന എന്ന് പറയുന്നതൊക്കെ. അപ്പൊ
അപ്പൊ വാസനകൾ നശിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും നമ്മൾ സൂക്ഷ്മ ശരീരം പോലും ഇല്ലാതാവുള്ളൂ. അപ്പൊ സൂക്ഷ്മ ശരീരം ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ചിത്തം ശുദ്ധിയാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. ചിത്തശുദ്ധി വരുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. പ്രാണൻ എന്ന് പറയുന്നതും ഈ നമ്മുടെ മനസ്സെന്ന് പറയുന്നതും ഒക്കെ കാരണ ശരീരത്തിലാണ് പോയിട്ട് വിലയിക്കുന്നത്. അതിനൊന്നും നാശമില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും നശിക്കുന്നത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ നാശം ഒന്നിനുമില്ല. അപ്പം പഞ്ചഭൂത നിർമ്മിതമായ ശരീരം വിഘടിച്ച് 5 ഘടകങ്ങളായി മാറും. ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി ആയിട്ട് അത് വിഘടിച്ച് പോകും. അത് എവിടുന്നാണോ വന്നത് സ്ഥൂല ശരീരം അവിടേക്ക് തന്നെ പോകും. അപ്പൊ എനർജി ട്രാൻസ്ഫോർമേഷൻ മാത്രമേ ഉള്ളൂ. കാരണം ഒന്നിനും ഒരു നാശം, ശാശ്വതമായ നാശമില്ല. കാരണം ശക്തിക്ക് ഊർജത്തിന് നാശമില്ല. അത് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സുഹൃത്തിന്റെ ചോദ്യത്തിന്റെ ഏകദേശം കാര്യങ്ങൾ, അതായത് മരിക്കുമ്പോൾ വിട്ടുപിരിയുന്നത് പ്രാണനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പ്രാണൻ തന്നെയാണ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത്. പ്രാണനും മാത്രമല്ല, മനസ്സും ആ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് സ്ഥൂല ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നു. അത് കാരണ ശരീരത്തിൽ വിലയിക്കുന്നു. പിന്നെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്, അതായത് രമണ മഹർഷി പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ യോഗികൾ മരിക്കുമ്പോൾ എന്തുകൊണ്ട് അവരുടെ പ്രാണനും ജീവനും മനസ്സും എവിടുന്നാണോ ഉള്ളത് അവിടെ തന്നെ അടങ്ങുന്നു എന്ന് പറയുന്നത്. കാരണം അടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിലാണ് ഇതെല്ലാം അടങ്ങുന്നത്. കാരണ ശരീരം ഈശ്വരൻ തന്നെ അടങ്ങുന്നത് എല്ലാം ആത്മാവിൽ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ജ്ഞാനികൾക്ക് അങ്ങനെ സംഭവിക്കുന്ന വെച്ചാൽ, അവരുടെ ജ്ഞാനം സംഭവിക്കുമ്പോൾ അവരുടെ കർമ്മപ്രാരബ്ധങ്ങളെല്ലാം ഒടുങ്ങിക്കഴിഞ്ഞു. പിന്നെ അവർക്ക് വേറൊരു ജന്മമില്ല, അവർക്ക് മുക്തിയായി. അപ്പോൾ അവര് ശരീരമല്ല മനസ്സല്ല എന്ന് പൂർണ്ണമായ ബോധ്യം വരുമ്പം അവിടെ ആത്മാവിൽ തന്നെയാണ് എല്ലാം അടങ്ങുന്നത്. എവിടുന്നാണോ എല്ലാം പൊന്തി വരുന്നത് അവിടെ തന്നെ എല്ലാം അടങ്ങും. അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജന്മമില്ല. അതുകൊണ്ടാണ് രമണ മഹർഷി അങ്ങനെ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു പോയിന്റ്, സർവ്വചരാചരങ്ങളിലും ആത്മാവ് നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് നമ്മൾ പറയുന്ന സർവം ബ്രഹ്മമയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ എനർജി രൂപത്തിലാണ്. ഇപ്പൊ സർവ്വചരാചരങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ആത്മാവിന്റെ സങ്കല്പമാണ് എന്ന് മനസ്സിലാക്കണം. അതായത് ഉണ്ട് എന്ന് തോന്നുന്നതാണ്. മരുഭൂമിയിലെ മരീചിക പോലെ. മരുഭൂമിയിലെ മരീചിക എന്ന് പറഞ്ഞാൽ ആ മരുഭൂമി തന്നെയാണ്, അത് ആത്മാവ് തന്നെയാണ് എന്ന അർത്ഥത്തിൽ നമുക്ക് അങ്ങനെ പറയാം. അപ്പോ സർവചരാചരങ്ങളിലും ആത്മാവ് നിലനിൽക്കുന്നു പറഞ്ഞാൽ ആത്മാവ് മാത്രമേ ഉള്ളൂ. സർവചരാചരങ്ങളെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭേദചിന്ത ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സുഹൃത്തിന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ വീഡിയോ കൂടുതൽ നീട്ടുന്നില്ല. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.